ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ കാസർഗോഡ് പിടിയിലായി. കോഴിക്കോട് സ്വദേശിയും കർണാടക മടിക്കേരി സ്വദേശിയുമാണ് അറസ്റ്റിലായത്. പണം ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്താൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നൽകിയാണ് ഇവരുടെ വിൽപ്പന. അതേസമയം നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് ബഡാജെ സ്വദേശി സൂരജ് റായിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലടച്ചു. KV ബൈജു ചേരുന്നു. ബൈജു, ലഹരി വേട്ട ശക്തമാക്കുമ്പോൾ പലതരത്തിലുള്ള പുതിയ രീതികളിലേക്ക് കടക്കുന്നു ലഹരി സംഘങ്ങൾ എന്നുള്ള വിവരങ്ങൾ കൂടിയാണോ ഈ പുറത്തു വരുന്നത്? ഈ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള അത്തരം പുതിയ രീതികൾ കൂടി ആണോ ഈ സംഭവത്തിൽ വ്യക്തമാകുന്നത്? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അപർണ, പുതിയ രീതികൾ ഈ ലഹരി മാഫിയ സംഘങ്ങൾ കണ്ടെത്തുന്നു എന്ന് എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പിടികൂടിയ സംഭവം. അതായത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുന്ന ഒരു സംഘം, അത് കേരളത്തിലേക്ക് ഈ സംഘം വൻതോതിൽ രാസലഹരിയായ MDMA ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലെ പ്രധാനികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് പെരുങ്കുഴിപ്പാടം ചെറുട്ടി ഹൗസിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളും കൊടക് മടിക്കേരി സ്വദേശി സഫാദ് എന്നിവരെയാണ് ബന്ധെടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ബംഗളൂരുവിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ഇത്തരത്തിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളെന്നാണ് പോലീസ് പറയുന്നത്. എൺമകജെ പെർളയിൽ നിന്ന് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട MDMA നേരത്തെ പിടിച്ചിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് പോലീസിന് ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടെത്താനായത്. അതായത് ഈ ബംഗളൂരുവിലെ വൻ ലഹരി ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നും ഇടനിലക്കാർ വഴിയാണ് ഇവർ ഈ ലഹരി മരുന്നുകൾ വാങ്ങുന്നത്. പിന്നീട് ഏജന്റുമാരെ ബന്ധപ്പെടുന്നതും ആവശ്യമുള്ള ലഹരി മരുന്നിന്റെ അളവും നിരക്കും ഉറപ്പിച്ചതിന് ശേഷം ഈ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി അയച്ചു കൊടുക്കുകയും പിന്നീട് ഇതിന്റെ ലൊക്കേഷൻ ഈ ഒരു സ്ഥലത്ത് ഈ സാധനം സൂക്ഷിക്കുകയും അതിന്റെ ഗൂഗിൾ ലൊക്കേഷൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ ചെയ്തു പോകുന്നത്. എന്തായാലും ഈ അറസ്റ്റിലായ രഞ്ജിത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നവരിൽ പ്രധാനിയാണെന്ന് പോലീസ് പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികളുണ്ട്. അവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ തന്നെയാണ് നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ PIT NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബഡാജ സ്വദേശി സൂരജ് റായ് എന്നൊരാളാണ്. ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ സെൻട്രൽ ജയിലിൽ അടക്കുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത്. അപർണ. KV ബൈജു വിവരങ്ങൾ. പാലക്കാട് അട്ടപ്പാടിയിൽ 103 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വർഗയാർ പുഴയ്ക്ക് സമീപം എക്സൈസ് ആണ് ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾ എക്സൈസ് നശിപ്പിച്ചു. 150 സെന്റിമീറ്ററിലധികം ഉയരമുള്ള ചെടികളാണ് കണ്ടെത്തിയത്. ലഹരി ആരുപയോഗിച്ചാലും തെറ്റാണെന്ന് നടൻ അജു വർഗീസ്. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ ഇടപെടേണ്ടത് അധികാര സ്ഥാനത്തിലുള്ളവരാണ്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട സംവിധായകരെ താരങ്ങൾ പിന്തുണച്ചത് അറിയില്ലെന്നും അജു വർഗീസ് പറഞ്ഞു. ഇപ്പോൾ ആക്ച്വലി ആശങ്കപ്പെടുന്നത് നമ്മളുടെ ഗണ്യമായ സിനിമകളുടെ എണ്ണത്തിന്റെ കുറവാണ്. അതാണ് എൻ്റെ ആശങ്ക. കോവിഡ് അതിജീവിച്ച് നിന്ന് നമ്മൾ വന്നു നിൽക്കുന്ന ഒരു സമയത്ത്, വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്നു നിൽക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ തൊഴിൽ. ഇതാണ് എൻ്റെ ആശങ്ക. സിനിമകളില്ലാത്തതാണ്. ബാക്കിയെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇവിടുത്തെ പോലീസ്, നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ ഇടപെടേണ്ടതാണ്. അജു വർഗീസ് ഡെഫിനറ്റ്ലി നമ്മളുടെ ന്യായമായ ലീഗൽ സിസ്റ്റത്തിൽ എതിരുള്ള എല്ലാത്തിനും ഞാൻ എതിരാണ്. ബിക്കോസ് അതിന് അതിൻ്റെതായ ഡീൽ ചെയ്യേണ്ട വ്യക്തികളുണ്ട്. അതാണ് ഉദ്ദേശം.